ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 2 ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 2 വിസിൽ വരെ അടിച്ചിട്ട് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് അനാർ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പോയി നോക്കണേ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ 1/4 കപ്പ് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ആഡ് ചെയ്തോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വരെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അടുത്തായിട്ട് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. അപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. വലിയ 2 സ്കൂപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാനിത് ചേർത്തു. അതല്ല വാനില ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ ഐസ്ക്രീം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്തായാലും ഐസ്ക്രീം ചേർക്കണം കേട്ടോ, എന്നാലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. മിക്സിയുടെ ജാർ അടച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാല് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്തിരി കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അല്ല അത്യാവശ്യം ഇത്തിരി ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പും കൂടി എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഒന്നും കൂടി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ ഒരു ഇത്തിരി മധുരത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പം ഞാനതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം എല്ലാവർക്കും എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്തിരിയും കൂടെ ലൂസായിട്ട് ഉണ്ടാവുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് പാലും കൂടി ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 3 കപ്പ് പാലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അനാറും 12 ബദാമും ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കാം. ബദാം തന്നെ വേണമെന്നില്ല കേട്ടോ, കാഷ്യൂനട്ട് ആയാലും മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം. ഇങ്ങനെ ചവച്ച് കുടിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പം ഇതാരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണിത്. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇഫ്താറിനൊക്കെ പറ്റിയൊരു വിഭവമാണ്. പിന്നെ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ, നമുക്ക് വിശപ്പും ദാഹമൊക്കെ പെട്ടെന്ന് മാറുന്ന നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. ഇനി ഇത് അടച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നന്നായിട്ടൊന്ന് തണുക്കുമ്പോൾ എടുക്കാം കേട്ടോ. നമ്മുടെ ഡ്രിങ്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാഷ്യൂനട്ടും ബദാമും ഒക്കെ അടിയിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തവി വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ആണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രളയനായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അത് ചുമ്മാ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും മാത്രമല്ല ഒന്ന് ചവച്ച് കുടിക്കാൻ വേണ്ടിയിട്ടും കൂടി ഇട്ട് കൊടുത്തതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇത് 1 പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് കുടിച്ച് നോക്കിയിരിക്കണം കേട്ടോ. നല്ല അത്രയ്ക്ക് അടിപൊളി ഒരു അഡാർ ഐറ്റമാണ്. അപ്പം നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഐസ്ക്രീമൊക്കെ ഇട്ട് നല്ല തണുത്തിരിക്കുന്ന നമ്മളുടെ ഈ സ്പെഷ്യൽ ഡ്രിങ്ക് അങ്ങോട്ട് കുടിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടുള്ളൊരു മിക്സഡ് ആണ്. എന്തായാലും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതിന് ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.